സ്പെഷ്യൽ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് വീഡിയോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചിലപ്പം നമ്മൾ ബുക്സൊക്കെ പൊതിയണ വീഡിയോ ഉണ്ട് അല്ലേ? ഉണ്ട്. കണ്ടോ എൻ്റെ കുട്ടി കൊമ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. പറ, കൊമ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. ആരെ കെട്ടി തന്നെ? ചേച്ചി. കണ്ടോ നല്ല ഫ്ലവറും എല്ലാം വെച്ചിട്ടുണ്ട്. ഞാനും കൊമ്പും കരിയൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. പിന്നെ പൊതിയണതൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിയത് അതൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടില്ല. ഷോപ്പിംഗ് എൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ചെയ്തത്. ഞാനും അച്ഛനും ഇവിടെ ആയിരുന്നു, പോകാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും ഷോപ്പിങ്ങിന് പോയി, മീൻസ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇതാക്കി. പക്ഷേ ഞങ്ങൾ അത് അൺബോക്സിങ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം എന്താ പറയുക, ഒരു ചാക്കല്ല, ഒരു കവറുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ചുറ്റി എന്തെങ്കിലും പറഞ്ഞോ? അപ്പം ഞങ്ങൾ പോവാണ്. ചേച്ചി ഇവിടെ ഉണ്ട്. വെറുതെ പറയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിട്ടാ. അപ്പോൾ ഗായ്സ്, നമ്മൾ സാധനങ്ങളൊക്കെ അതവിടെ വെക്കില്ല. ഫസ്റ്റ് തന്നെ സ്റ്റാപ്ലെയർ ഉണ്ട്. ഇത് സ്റ്റാപ്ലെയർ ഉണ്ട്. ഇത് നമുക്ക് എന്തിനാ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തായാലും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് സ്റ്റാപ്ലെയർ. അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളത് ചുറ്റീനെ കാണാൻ പറ്റില്ല. പിന്നെ നമുക്കുള്ളത് പിന്നുണ്ട്. പിന്നെ അടിപൊളി പിന്നാണ് നമ്മുടെ ഇതില്ലേ, സ്റ്റാപ്ലെയർ പിന്നാണിത്. അപ്പോൾ അല്ലേ ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ. എൻ്റെ അച്ഛനെ പോലെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡിൽ വെക്കുക. ഇത് വാങ്ങിയല്ല, ഇത് ഇവിടെ ഉള്ളതാണ്. പിന്നെ അമ്മ വാങ്ങിയതാണ് കേട്ടോ. പിന്നെയാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. പ്രയാണം എന്ന് വെച്ചാൽ ഞാൻ കാണാറില്ല. അച്ചുട്ടി ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ ഇങ്ങനെ കാണും. ഞാൻ അതിൻ്റെ കൂടെ ഇരുന്ന് കാണും. ഇതിൽ ആരൊക്കെ ഉണ്ട് അച്ഛേ? ഇതിൽ ഡോറ ഉണ്ട്. പിന്നെ ഇതാണ് ഡോറയുടെ ഫ്രണ്ട് കേട്ടോ. പിന്നെ ഒരു ബുജിയും കൂടിയിട്ടുണ്ട്. അത് ഇത്രയും പേപ്പറുണ്ട്. പിന്നെ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് തികയോന്നറിയില്ല. തികഞ്ഞേ പറ്റുള്ളൂ. ഡോറ ബുജി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ഇനി അടുത്ത സാധനം എടുക്കുക വെച്ചു. ഞാൻ ചുറ്റി പറഞ്ഞോ, ഇതാണ് എന്റേത്. അപ്പൊ ഞങ്ങൾ ലഞ്ച് ബോക്സ് ആണ്. ഇതിൽ സ്പൂണെല്ലാം ഉണ്ട്. ഇതിൽ സ്പൂണൊക്കെ ഉണ്ട്. ഏതിലാണ് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് അല്ല, കമന്റ് ചെയ്യണം. ഇതില് ഈ ഒരു സാധനങ്ങളിൽ ഇപ്പോൾ കാണിച്ചു തരുന്ന സാധനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് അച്ഛൻ കാണിച്ചു, സ്പൂൺ കാണിച്ചു. സ്നാക്സ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് അത് മറ്റേ. ഇത് ഫോർക്കും ഇത് സ്പൂണുമാണ്. നല്ല രസമുള്ള ക്യൂട്ടാണിത്. ഇനി അടുത്തത് ഇതാ ഒരു ലഞ്ച്. എന്താണ് ഇതൊരു ചെറിയ പാത്രം, നമ്മളെ സ്നാക്സ് വയ്ക്കുന്നതുമാണ്. കറിപ്പാത്രമാണിത്. കറിപ്പാത്രം മീൻസ് എന്തെങ്കിലും ഇടാനുള്ള പ്ലാസ്റ്റിക് ആണ്. അതിൻ്റെ കൂടെ ഇതാ കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഇപ്പുണ്ട് അല്ലേ അച്ഛേ? അതുണ്ട്. ഇനി നമുക്ക് ഇതെന്താ വെക്കാം കേട്ടോ. ഇനി അച്ഛടി വേറെ എടുക്ക്. ഓക്കെ, അടുത്തത് എൻ്റെ ബോക്സസ് ആണ്. ഇങ്ങോട്ട് നീക്കി ബോക്സാണ്. ഇതാരുടെ ബോക്സാ? ഇവളുടെ ബോക്സ് വാങ്ങും നമ്മൾ. കണ്ടോ, നല്ല കാണിച്ചു കൊടുക്ക്. അത് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഹലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കേട്ടോ, ഇങ്ങനെ ഒരു കാന്തത്തിൻ്റെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അതേപോലെ ഇത് വേഗം ചീത്തട്ടോ. രസാട്ടോ. അല്ല, ഇത് നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. സൂപ്പറാണ്. ഓക്കെ, അടുത്തത്
ഇതാണ് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് പെന്നാണ്. ഇതിൻ്റെ അകത്ത് പെന്നുണ്ട്, കുറേ പെന്നുകളുണ്ട്. ഇത് അച്ചുട്ടി ഉപയോഗിക്കും, ഞാനും ഉപയോഗിക്കും. എല്ലാതും അച്ചുട്ടിയും ഞാനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് വേഗം തീരും. പക്ഷെ ഇത് ജെൽ പെന്നാണെങ്കിൽ നല്ല ഇഷ്ടമാണ്, എന്നാലും തീരും. ഇതിൽ 1 2 3 4 5 ഉണ്ട്. ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നല്ല സ്മൂത്താണ്, അതുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് അവളുടെ ഫേവറേറ്റ് ആട്ടോ. നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അടക്കാതെ പിന്നെ കാണിക്കാം. പിന്നെ ഉള്ളത് പിന്നെതാ ഇത് കാണിച്ചു കൊടുത്ത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്, കണ്ടോ? ഇത് ബ്ലൂ ആണ്, ഇത് പിങ്കാണ്. നിങ്ങൾ വിചാരിക്കും റെഡാണ്, പക്ഷെ ഇത് പിങ്കാണ്. പിന്നെ ഇത് പെർപ്പിളാണ് കേട്ടോ. ഇത് പെർപ്പിളാണ്. അപ്പോൾ അതും ഇതാണ്. പിന്നെ ഉള്ളത് കാണിച്ചു കൊടുത്താൽ പിന്നെ ഉള്ളത് ഇവിടുന്ന് കാണിച്ചു കൊടുത്താൽ. പിന്നെ ഇതാ റേസർ. ഇതേതായത് കട്ടറാണ്, ഷാർപ്നർ എന്ന് പറയും. അത് അച്ചുട്ടിക്കും എനിക്കും കൂടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് അറിയില്ല പക്ഷേ ഇത് ഞാൻ കുറിച്ച് കൊടുക്കും. ഇത് കണ്ടോ 3 എണ്ണം ഉണ്ട്. ഇത് ഇറേസറാണ്. നമുക്ക് കവറിലോട്ടിടാം, എല്ലാം അലങ്കോലാവും. ഇനി നമുക്കുള്ളത് ബാഗല്ല, കിറ്റ്. ഇതാണ് നമ്മുടെ കിറ്റ്. ഇത് ഞാൻ കൊണ്ടുപോണ കിറ്റാണ്, അടിപൊളിയാണ്. ഒരു റെഡും ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ളതാണ്. ബ്ലൂ ആയിട്ടുള്ളതാട്ടോ ഇത്. ഇത് നല്ല രസമാണ്, ഇത് നല്ല ക്യൂട്ടാണ്. ഇനി അടുത്ത കാണിക്കാൻ പോകുന്ന ബാഗാട്ടോ. ഇനി ഗൈസ് ബാഗാണ്. ഞാൻ ബാഗ് എടുക്കാൻ വേണ്ടി പോയതാണ്. എന്നുവെച്ചാൽ അവിടെ ആയിരുന്നു ബാഗ്, വേറെ കവറിലായിരുന്നു. ഇതാണ് എൻ്റെ ബാഗ്. ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് ഞാൻ എന്താ പറയുക, അമ്മ വേഗം ഇതാക്കി സിബ് വെച്ച്. സിബ് മാത്രം പൊട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് 4ാം ക്ലാസ്സിലത്തെ 5ാം ക്ലാസ്സിലത്തെ ബാഗാണ്. അടുത്ത ഇനി ഞാൻ 6ലേക്കാണ് ഞാൻ. ഇത് കുറച്ച് മാസം യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ സ്കൂൾ അടയ്ക്കണേൻ്റെ കുറച്ച് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലത്തെ ആയിരുന്നു. ഇതല്ല 5ാം ക്ലാസ്സിൽ ഉപയോഗിച്ച ഫസ്റ്റ്. അതുകൊണ്ട് എന്താ ഞങ്ങൾ കുറച്ച് മാസമല്ലായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ബാഗും ഗിറ്റ് പുതിയതാട്ടോ. ഗിറ്റിലല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോവാറ്, നമ്മുടെ ഇതിലാണ്. എന്തിലായിരുന്നു? ബാഗിൽ തന്നെയായിരുന്നു. അപ്പം എനിക്ക് ഗിറ്റും കൂടി തൂക്കാൻ വയ്യ, പക്ഷെ എന്നാലും എനിക്ക് ഇപ്രാവശ്യം എനിക്ക് നല്ല ഇഷ്ടമായി. ഇതൊരു സ്റ്റീൽ ബോട്ടിലാണ്. അമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെ ലഞ്ച് ബോക്സ് ആയാലും ഇതായാലും സ്റ്റീൽ മാത്രം കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് സ്റ്റീൽ മാത്രം. നല്ല രസമാട്ടോ. ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ഫാൻ ഇട്ടിട്ട് വരാം. ഫാൻ ഇട്ടു. പിന്നെ അപ്പോൾ ഇത് ഇവിടെ വെക്കാം. ഇനി അടുത്ത കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് ഒരു കുറുന്നൊരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് ഫാനിൻ്റെ അല്ലെങ്കിൽ ഡോമക്സിൻ്റെ ജോമെട്രിക്കൽ ബോക്സാണ്. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. 5ാം ക്ലാസ്സിലായതുകൊണ്ട് അത്രയ്ക്ക് ഉപയോഗിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ സ്കെയിലും ബാക്കി സാധനങ്ങളൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഷാർപ്നർ അതൊക്കെ ഞാൻ വെളിയിലെടുത്ത് വെച്ച്. അതിലത്തെ 1 2 നേരത്തെ കാണിച്ചത് അതവിടെ. ഇനി അടുത്ത സാധനം എടുത്ത് വെച്ച് എല്ലാം അച്ചുട്ടിയാട്ടോ അടുത്ത് വരുന്നത്. കറിപ്പാത്രം. ഇതെന്റെ ഫേവറേറ്റ് കറിപ്പാത്രമാണ്. ഇത് കാണിച്ചു കൊടുക്കച്ച്. അടിപൊളിയാട്ടോ. ഇതെന്റെ ഫേവറേറ്റ്, ചേച്ചിയുടെ ഫേവറേറ്റാ. ഇതിന് 50-60 രൂപ. ആ ബോക്സിന് 200 രൂപയാണ്.
ജോമെട്രിക് ബോക്സ് നേരത്തെ വാങ്ങിയതാണ്. ഇതിന് 100 രൂപ കേട്ടോ. ഇത് ഫ്രീ ആയിട്ട് മറ്റേ ഓഫറിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് അതൊരു കൊട. പിന്നെ കൊട ഗൈസ്. ഇത് അമ്മയ്ക്കും ഉണ്ടല്ലോ. അതേപോലത്തെ ഒരു അതിൻ്റെ പെർപ്പിൾ കളർ അമ്മയുടെ കയ്യിലുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് കൊടയാണ്. ഇങ്ങനത്തെ കൊട ഇത് പുതിയ കൊടയാ. നിവർത്തിയാ പിന്നെ എല്ലാം കുളമാവും. ഞാൻ ഒരു വട്ടം നിവർത്തി എല്ലാം കുളമായിട്ട് നല്ലോണം വെച്ചതാണ്. പിന്നെ എനിക്ക് ചേച്ചി ഇങ്ങനെ കോത്തി തരും. കോർത്തി തരും. മഴ പെയ്യുമ്പോ എനിക്കും ചേച്ചി അടുത്തടുത്ത് ഇപ്പൊ തീരാനായി. ഇനി ഒന്നും കൂടി ഒരു സംഭവം കൂടി ഉള്ളൂ അല്ല. അടുത്തതായി നമ്മുടെ മെയിൻ സാധനം അപ്സര പെൻസിൽ. ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. അവൾക്ക് നല്ല ഫേവറേറ്റ് ആണ് ഡാർക്ക് ഒക്കെ. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സംഭവങ്ങൾ കണ്ട. പിന്നെ എത്രയാ ഇത് ഫ്രീ ആയിട്ട് ഇതിലും ഇത് കിട്ടുന്നുണ്ട്. ഇറേസറും ഷാർപ്നറും കിട്ടുന്നുണ്ട്. അതിന്റെ ഫ്രീ ആട്ടോ. അവിടെ നോക്ക്. 60 റുപ്പീസ് ആട്ടോ. 60 റുപ്പീസ് ആണ് ഇതിന്. എന്ന് വെച്ചാല് ഇത് അടിപൊളിയല്ലേ. കാണിച്ചു കേട്ടോ. അപ്സര പെൻസിലാണത്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ബുക്സ് ഉണ്ട്. കവറാണ് വേറെ കവർ. ഞാൻ കുറച്ച് ബുക്സ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലത്തെ കേട്ടോ ഞാൻ ഇത് നെയിം സ്റ്റിക്ക് ഒക്കെ ഒട്ടിച്ചിട്ട് ഫസ്റ്റത്തേല് ചുട്ടി കാണിച്ചോ. അയ്യോ അങ്ങനെ കാണിക്കല്ലേ. ഫസ്റ്റത്തത് കണ്ടോ നമ്മുടെ എന്താ കേരള പടാവലി മലയാളം. മലയാളാണ് ഇത് ഫസ്റ്റ് തന്നെ ഇതാക്കിയത്. പിന്നെ ഐ ടി ആണ് ഇവിടെ ഇരുന്നോട്ടാ. പിന്നെ ഇത് മാത്സ് ആണ് കേട്ടോ. ഇത് മാത്സ്. ഇത് ഇംഗ്ലീഷ്. പിന്നെ ആകെ 5 മാത്രം പൊതിഞ്ഞിട്ടുള്ളൂ. അത്രേ സമയമുള്ളൂ. എന്ന് വെച്ചാൽ അമ്മ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പൊതിഞ്ഞു തരും. അതുകൊണ്ട് തന്നെ കുറേ സമയം വേസ്റ്റ് ആവും. സമയം പോണേയാണ്. അതുകൊണ്ട് കുറേ സമയം അങ്ങനെ പോകും. അതുകൊണ്ട് ഇന്നലെ രാത്രിയാണ് ഇതാക്കിയത്. അതുകൊണ്ടാട്ടോ അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ പിന്നെയുള്ള അടിപൊളിയാണ്. ഇനി അടുത്തത് പൊതിയലാണ്. ഇനി കുറേ ബുക്സ് ഉണ്ട്. ഒരു 16 ബുക്സ് ഒക്കെ ഉണ്ട്. പിന്നെ പൊതിയിലേക്ക് കിടക്കാം. അപ്പോ നമുക്ക് നമ്മുടെ മമ്മീനെ വിളിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അക്ഷരമാലയാണ്. മലയാള അക്ഷരമാലയാണ്. ഇവിടെ ഇരിക്കേ അക്ഷരമാല കേട്ടോ. നമുക്ക് മമ്മീനെ വിളിച്ചിട്ട് വരാം. ഞാനും ചേച്ചി സിസ്റ്ററാട്ടോ. ഞാൻ ഇങ്ങനെ അമ്മേനെ വിളിക്കാം. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഗായ്സ് അമ്മ വരുന്നില്ല. അമ്മ അവിടുന്ന് പൊതിയാണ്. എന്താണ് അമ്മയ്ക്ക് കുറച്ച് നാണാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് കുറച്ചൊക്കെ ആയിട്ട് പൊതിഞ്ഞ് സാധനങ്ങൾ തീർന്നു കേട്ടോ. സാധനങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. സാധനങ്ങൾ അച്ചുട്ടി അച്ചുട്ടി വന്നു. അച്ചുട്ടി ഞാൻ വിളിച്ചപ്പോൾ അച്ചുട്ടി വന്നു. അയ്യോ എല്ലാം കൂടി പോയി കേട്ടോ. അച്ചുട്ടി വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും. അച്ഛൻ്റെ ഫോണാണ്. അച്ഛൻ്റെ ഫോണിൽ നല്ല ക്ലിയർ ആട്ടോ ഗൈസ്. അച്ഛൻ്റെ ഫോണിൽ നല്ല ക്ലിയർ ആണ്. പക്ഷെ അമ്മയുടെ ക്ലിയർ അല്ല. ഇവിടെ ഇതാണ്. ഇവിടെ ഇരുന്നോ? പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊരു പാട്ട് പാടിത്തരാം കേട്ടോ. ഞങ്ങൾ ഇവള് ഡേ കെയറിൽ പോയപ്പോൾ പഠിച്ച പാട്ടാണ്. എന്ന് വെച്ചാൽ അത് ഇവള് 2-3 മാസമായി പോയിട്ട് അന്നേരത്തെ മറന്ന് അല്ലേ, കുറച്ച് മറന്ന്. എന്നാലും ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് കിട്ടില്ല. നമുക്ക് എന്തായിരുന്നു? ഓക്കെ
എന്റെ ഇച്ചിട്ടില്ല എന്തോ ഒരു കൊടുപ്പുണ്ട്. ഉണ്ടാരിയടി. അപ്പം ഇവൾക്ക് വേറെ സുഖം എന്താണ്, ഇവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക. അപ്പം നമുക്ക് പാട്ട് പാടാം കേട്ടോ. എന്താ പറയുക, ഒന്നും ചെല്ലുമ്പോൾ അപ്പോൾ പാടുമ്പോൾ ഇത് ഒരു നോളേജ് ആയിട്ട് തന്നെ വരും. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അവിടുത്തെ കുറച്ച് കുട്ടികളുണ്ട്, എന്ന് വെച്ചാൽ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ. അവർക്കങ്ങനെ അക്ഷരമാണ് ക്ലിയർ ആവില്ല. അവർക്കിപ്പോൾ 3 വയസ്സായി, എന്നാലും അവിടുത്തെ 1 വയസ്സ് 2 വയസ്സൊക്കെ തീരാനായി. അപ്പോൾ ഉള്ള കുട്ടികളുണ്ട്, അവരും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്കും പഠിക്കാനുള്ള ഒരു ഇത് കിട്ടും, ഇൻട്രസ്റ്റഡ്. അവിടെ ഒരു ടീച്ചറുണ്ട്, പുഷ്പ എന്ന് പറഞ്ഞിട്ടൊരു പുഷ്പ ആൻറ്റി നല്ലൊരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. ആൻറ്റിയും പിന്നെ വേറെ 2 ആൻറ്റി അങ്ങനത്തെ ആൻറ്റികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡേ കെയർ എന്ന് വെച്ചാൽ പ്ലേ സ്കൂളാട്ടോ. അപ്പോൾ നമുക്ക് പാടിയാലോ? ഇപ്പം എന്താണ്, എല്ലാവരും കാണാൻ മാത്രം ചെയ്യരുത്, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റും സബ്സ്ക്രൈബും പിന്നെ അടുത്തുള്ള ബെല്ലൊക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് പാടിയാലോ? 3, 2, 1 സ്റ്റാർട്ട്. ഒന്നൊന്ന് ചൊല്ലുമ്പോൾ എണീറ്റ് നിൽക്കണം. ഗൈസ് അവിടെ നിൽക്കുക, ഞങ്ങൾ ആക്ഷനായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇവള് മാത്രം കേട്ടോ കളിക്കുന്നത്. അടക്ക്. 3, 2, 1 സ്റ്റാർട്ട്. ഒന്നൊന്ന് ചൊല്ലുമ്പോൾ എണീറ്റു നിൽക്കണം. 2 ചൊല്ലുമ്പോൾ ബെഞ്ചിലിരിക്കണം. 3 ചൊല്ലുമ്പോൾ കാണിക്കേ. 3 ചൊല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയണം. 4 ചൊല്ലുമ്പോൾ സിറ്റ് ഡൗൺ. അയ്യോ ഗൈസ് തെറ്റിപ്പോയെല്ലാം, എല്ലാം തെറ്റിപ്പോയി. ഒന്നും കൂടി ഞങ്ങൾ പാടുക കേട്ടോ. ഓക്കെ, ഒന്നും കൂടി. 1 ചൊല്ലുമ്പോൾ എണീറ്റ് നിൽക്കണം. 2 ചൊല്ലുമ്പോൾ ബെഞ്ചിലിരിക്കണം. 3 ചൊല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയണം. 4 ചൊല്ലുമ്പോൾ നാണിച്ച് നിൽക്കണം. 5 ചൊല്ലുമ്പോൾ ഫുഡ് കഴിക്കണം. 6 ചൊല്ലുമ്പോൾ വട്ടം ചുറ്റി കറങ്ങണം. 7 ചൊല്ലുമ്പോൾ സുന്ദരിയാവണം. പാട്. സുന്ദരിയാവണം. 8 ചൊല്ലുമ്പോൾ പാല് കുടിക്കണം. 10 ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കണം. ഗൈസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാട്ട് കുറേ ഇതുണ്ട്, എന്നാലും ഏകദേശം അങ്ങനെയൊക്കെയാണ്. ഏകദേശം പിന്നെ ഒരു പാട്ടും കൂടി കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും. പിന്നെ വേറെ ഉണ്ട്, ചേച്ചി പാട്. നമുക്ക് വേറെ പാട്ട് പാടാം. നമുക്ക് വേറെ ഇംഗ്ലീഷിൽ പാട്ട്. കിന്നരം കിന്നരം ചിരിച്ചു കൊണ്ടെന്ന് മണിക്കുരുന്നേവാ പൊന്നാരം പൊന്നാരം ചില്ലിക്കുളിലേ ചെല്ലപ്പിറക്കും വിളിയേ അന്നാറന്നു നിന്നാട്ടം കണ്ടു കുന്നാട്ട കിളിയ വാവാവോ വാവാവോ ചിന്നാരം കിന്നാരം ചിരിച്ചു കൊണ്ടുന്ന മണിക്കുരുന്നേവാ പൊന്നാരം പൊന്നാരം. നല്ല പാട്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാം. കുറേ പാട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല, അതാ പ്രശ്നം അല്ലേ. അത് അത്രയ്ക്ക് അറിയില്ല ആൾക്കാർ.
അപ്പോൾ നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പറഞ്ഞാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ. ബൈ.